ആ അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അല്ലെ എടുക്കാൻ പറ്റി പോണേ? ഞാനേ കുറച്ച് മീൻ കിട്ടണം, അപ്പൊ അങ്ങാടിക്കൊന്ന് പോയാ ചിട്ടാ. അല്ല, ഇപ്പൊ മോന്റെ കുടിയിരിക്കൽ കഴിഞ്ഞാലേ ആ ബൈക്കൊന്നും കാണുന്നില്ലല്ലോ. ആ ഞാൻ ഇപ്പൊ അവിടെ ഒന്ന് പോകാൻ ഇറങ്ങിയതാണ്. മോന്റെ പെരപ്പണി നടക്കുമ്പോഴേ എപ്പോഴും കണ്ടിരുന്നല്ലോ. ഇപ്പൊ എന്താ ബൈക്കൊന്നും കാണാത്ത, അതുകൊണ്ട് ചോദിച്ചാട്ടാ. ഇപ്പൊ കുടിയിരിക്കലൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എപ്പോഴും ഞാൻ വാങ്ങുന്നില്ല. എന്നപ്പം പോയി വീടാണെങ്കിലും പോവും. ഇനിയിപ്പോ ഞാൻ പോവാണ്. നിങ്ങള് വരാത്ത കുറവ് നല്ലോ കാണണ്ടേ. നമ്മളിപ്പോ വെച്ചാ പുതിയ തെയ്യാളൊക്കെ അല്ലേ, അതൊക്കെ പൊന്തി കാലം പിടിച്ച് കെടുക്കാണ്. നിങ്ങളിപ്പോ അവിടെ ഉണ്ടെങ്കില് അതൊന്നും അതേമാതിരി കെടുക്കൂല. അതൊന്നും നോക്കണ്ട. മോനിപ്പോ കുടിയിരിക്കൽ കഴിഞ്ഞാലേ അതിപ്പോ കൊണ്ട് ഇതൊക്കെ ഓനെ കിട്ടിയില്ല. ഞാൻ ഒന്നാണ് പോയോട്ടെ. എന്നാലേ നിങ്ങള് പേക്കോളി, ഓരോട് നാളെ വിളിച്ചിട്ട് അതൊക്കെ നേരാക്കാൻ പറയും. ഞാനവിടെ പോട്ടെ. ആ എന്നാ ശരി, ഈ പോയിക്കാം. കേരിക്കോളി. പാവ അങ്ങാടിക്ക് അങ്ങോട്ട് പോയതാണ്. നിങ്ങൾ ഇങ്ങോട്ട് കേരിക്കോളി. ആ നന്നാക്കിച്ചണെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ ഈ വെജാത്തോടത്തൊരു പാത്തിരുന്നോളി, അത് ബാവ ശരിയാക്കിക്കോളും. അതൊന്നും പറയാൻ പറ്റുന്ന, ഞാനെന്താണ് പോയോട്ടെ. ഈ വയ്യാത്തോടത്ത് പറഞ്ഞതും കേൾക്കൂല, ഒരു പാത്തിരിക്കൂല്ല. ആ ഇപ്പ നിങ്ങൾ എന്തിനീ വെജാത്തോടത്ത് പോയത് പൈനെ? നിങ്ങളിട്ട് വരി, കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പോവാം. നിങ്ങളിട്ട് കേരിക്കോളി. അതൊന്നും സാരില്ലപ്പാ. ഞാനേ കഞ്ഞി ഡൈനിങ് ഹാളിൽ എടുത്തേക്കാം, ഒക്കെ ഞാൻ തുടച്ചുകൊണ്ട്. നിങ്ങളിട്ട് പോരി. മാളോ മാളോ, ആ ഇപ്പൊ വന്നിക്കണേ. ഇപ്പൊ ഉണ്ട് വേണ്ട. കഞ്ഞി കൊടുക്ക്. എന്ത് പണിയാ കാണിച്ചിരിക്കണേ? ആ ഇപ്പൊ പുറത്ത് ആ കൊലയിൽ അവിടെ എവിടെയും കൊടുത്താൽ പോലെ അവിടെ ആകെ ചവിട്ടി ചളിയാക്കി. ഇപ്പൊ അത് അവിടെ ചവിട്ടി ചളിയാക്കിയതല്ലേ, അതൊക്കെ ഞാൻ തുടച്ച് നന്നാക്കിക്കൊണ്ടേ. അതൊക്കെ തുടച്ച് നന്നാക്കാൻ വേണ്ടിയുള്ള പണിയല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ വാപ്പാനെ പറ്റി അങ്ങനെ ഒന്നും പറയല്ലേ. സംഗതി നിങ്ങൾ അവിടുന്ന് പൈസയും പണമൊക്കെ അയച്ചിരുന്നത്, പക്ഷെ ഇപ്പഴാണ് അത് നോക്കി നടത്തി ഉണ്ടാക്കിയിരിക്കണതൊക്കെ. നിങ്ങൾക്കറിയോ ഈ പെര എത്ര ഈ കോലത്തിലാവാൻ വേണ്ടി വാപ്പ എത്രത്തോളം കഷ്ടപ്പെട്ടിക്കണെന്ന് നിങ്ങൾക്കറിയോ? ആ പണിക്കാര് ഒന്ന് നേരം വൈകുമ്പോത്തിന് അറ്റിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടും നനക്കലും കാര്യങ്ങളും ആ നേരത്തിന് പോയി ചെയ്തിട്ടും എല്ലാ കാര്യങ്ങളും പണിക്കാരൊപ്പം നിന്ന് ചെയ്യിപ്പിച്ചിട്ടും ചിലപ്പോൾ കാണാം പാതിര നേരത്ത് കാറ്റും മഴയും ഉണ്ടാവുമ്പോൾ ഉപ്പ ഓടിപ്പോയിക്കാണ്ട് ആ സിമൻറ്റും മറ്റും ഇട്ട് വെച്ചതൊക്കെ മൂടി വെച്ചിട്ടും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ ഈ പെരക്ക് വേണ്ടിയിട്ട് ഉപ്പ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഒക്കെ ശരിയാക്കി പറഞ്ഞത്. എന്നാലും ഈ പുതിയ മാർബിളല്ലേ ആകെ ചവിട്ടി ചളിയാക്കുമ്പോൾ ഒരു വേദന തോന്നി. ഒക്കെ ഞാൻ തുടച്ചുകൊണ്ട് ഇപ്പാക്ക് എന്തെങ്കിലും വേണമെന്നാവും.
എന്താപ്പ നിങ്ങള് കാട്ടണേ? എന്തിനാ അവിടെ തുടക്കണേ? അത് സാരില്ലടി, ഞാൻ മക്കളൊക്കെ ചവിട്ടി ചൊടയാക്കിയില്ലേ. അപ്പൊ നിങ്ങള് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അതൊന്നും സാരില്ലടി, ഞാൻ ഈ ചളി കൊടുക്കുന്ന ഇങ്ങോട്ട് കയറി വരാൻ പാടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കാട്ടിക്കാണികളുമുണ്ട്. അത് സാരില്ലടി, ഞാൻ ബാവാ, നിങ്ങൾ ഇവിടെ നിന്ന് വന്നാണീ. എന്റെ പഠിച്ചവനെ, കുട്ടിക്ക് പറ്റി പഠിച്ചവനാണ്. അതൊന്നും സാറില്ല. ഇപ്പൊ ഞാൻ വല്ലതും പറഞ്ഞിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടാളിട്ടോ. അതൊന്നും സാരില്ല. എന്തായാലും ഞങ്ങൾക്കൊന്നും പറ്റാതിരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന മറ്റൊരാളെ അറിഞ്ഞോളന്നില്ല. ഇപ്പൊ എന്നോട് മാപ്പാക്കി. അത് സാരില്ല. നമ്മുടെ എല്ലാ ഉയർച്ചയ്ക്ക് പിന്നിലും നമ്മൾ സ്നേഹിക്കുന്ന ഒരു കരങ്ങളുണ്ടാവും നമ്മുടെ കൂടെ. അവരെ പലപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണമെന്നില്ല. അത് വാപ്പയാകാം, ഉമ്മയാകാം, സഹോദരങ്ങളാവാം, ഒരു പക്ഷേ നമ്മുടെ തൊട്ടടുത്ത കൂട്ടുകാരനുമായേക്കാം. നമ്മൾ അവരെ ഒരു നിമിഷമെങ്കിലും ഓർക്കാതെ പോവരുത്.